Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastahdihi wa nastarshiduhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu falan tajida lahu waliyyan murshida. Wa ashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا فرغت فانصب وإلى ربك فارغب. സുബ്ഹാനല്ലാഹ്. സ്നേഹധന്യരായ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സൂക്ഷ്മതയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയൊരു കലണ്ടർ വർഷത്തിലേക്ക് എല്ലാ മനുഷ്യരും പ്രവേശിച്ച ഒരു സമയമാണ്. എല്ലാവരും ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്, ഹാപ്പി ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ഹാപ്പിയാണ് എന്നാണ് പരസ്പരം ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ സമാധാനിക്കുന്നത്. ലോകത്തെല്ലാവരും ഹാപ്പി ആവുക, സന്തോഷത്തിലാവുക എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ്. ലോകത്തുള്ള എല്ലാ ആളുകളുടെയും സന്തോഷം ഉറപ്പുവരുത്തുക എന്നുള്ളതും നമ്മളുടെ പ്രാർത്ഥനയാണ്, പ്രതീക്ഷയാണ്. അതേസമയം ന്യായമായ, വളരെ അത്യാവശ്യമായ ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ സന്തോഷ പങ്കിടൽ വേളകളിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വരും. അത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് തന്നെയാണ്. മുസ്ലിം ഉമ്മത്തിന് ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥയിലല്ല, അത്രമാത്രം ഹാപ്പിനെസ് ഉള്ള അവസ്ഥയിലല്ല സമകാലിക രാഷ്ട്രീയ സാമൂഹിക സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമുള്ളത്. ലോകത്തെല്ലാവരോടും സമാധാനത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യർ തമ്മിലുള്ള സഹവർത്തിത്വത്തെക്കുറിച്ചും സമഭാവനയെക്കുറിച്ചും പറയുന്ന ഒരു ലോകം, അവരിൽ പ്രബല ശക്തികളെന്ന് പറയപ്പെടുന്നവർ, പ്രത്യേകിച്ചും അമേരിക്കയും യൂറോപ്പും അടങ്ങുന്ന ഒരു കൂട്ടർ, അവരിലെ ഒരു ജനത പലസ്തീൻ വിഷയത്തോടൊപ്പം നിലയുറപ്പിച്ചവരാണെങ്കിൽ കൂടിയും ഭരണകൂടം എന്ന നിലയിൽ
ലോകത്ത് ഒരർത്ഥത്തിലും നീതീകരിക്കാനാവാത്ത ക്രൂരതകളുടെയും കൊണ്ടാടലുകളുടെയും ബോംബ് വർഷങ്ങളുടെയുമെല്ലാം ഒരു കൊല്ലം അതല്ലെങ്കിൽ ഒരു കൊല്ലവും 3 മാസമൊക്കെ പൂർത്തിയാക്കിയ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഒരുപാട് ഏകാധിപതികളുടെ പതനം കണ്ട വർഷം കൂടിയായിരുന്നു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന വാജിദിൻ്റെ പതനം, സിറിയയിൽ ബഷാറുൽ അസദിൻ്റെ പതനം. ബഷാറുൽ അസദും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹാഫിദുൽ അസദും കൂടി കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കാട്ടിക്കൂട്ടിയ ഒരു ജയിലിൽ നിന്ന് മാത്രം, ഒരൊറ്റ ജയിലിൽ നിന്ന് മാത്രം ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു എന്നാണ്. ലോകത്തെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ജയിൽ. അപ്പോൾ ഏകാധിപതികളുടെ പതനം കണ്ട വർഷമാണ്. പക്ഷെ അതേസമയം ആ ഏകാധിപതികൾക്ക് ശേഷം ആ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു തീർപ്പില്ലാത്തൊരു കാലമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരെ ഇവർ തൂക്കിക്കൊന്നതും ചുട്ടുകരിച്ചതും അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തതും ഒന്നും ചർച്ചയാകാതെ അവിടെ നിന്ന് ആ ഏകാധിപതിക്ക് വരെ നാട് വിട്ട് ഓടിപ്പോകേണ്ടി വരുമ്പോൾ BBC-യും CNN-ഉം ഒക്കെ അവിടെയുള്ള ജനങ്ങളോട് പോയി ചോദിക്കുന്നത് ഇത്രക്ക് നാളും അവരനുഭവിച്ച ഗതിയെക്കുറിച്ചൊന്നുമല്ല. ഇനി ഇവിടുത്തെ ജനങ്ങൾക്ക് ആൽക്കഹോള് കുടിക്കാനുള്ള അനുമതി ഉണ്ടാവുമോ? രസമാണ് കാര്യങ്ങളൊക്കെ. മൈക്കും കെട്ടി ചോദിക്കുന്ന ചോദ്യമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നടക്കിയിട്ട് അവിടുത്തെ ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് അവിടുത്തെ ഏകാധിപതിക്ക് നാട് വിട്ട് പോകേണ്ടി വരുമ്പോൾ ഇനി ഇവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷ എന്താണ്? ലോകം എത്ര കപടമാണ്. ലോകത്തുള്ള മനുഷ്യരുടെ എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ചും പറയുന്നവർ, സ്ത്രീകളുടെ, കുട്ടികളുടെ, വൃദ്ധരുടെ, സിവിലിയന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നവർ ഫലസ്തീനിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തുടരുന്ന 70,000-നും 80,000-നോളം അടുക്കുന്ന അവരുടെ മരണസംഖ്യയെക്കുറിച്ച് ലോകത്തിന് എന്തെങ്കിലും അവർക്ക് ആ വിഷയത്തിൽ പ്രശ്നമുണ്ടോ? ലോകത്ത് എന്തെങ്കിലും ഭരണകൂട തലത്തിലോ അതല്ലെങ്കിൽ സർവരാഷ്ട്ര തലത്തിലോ ഐക്യരാഷ്ട്ര സഭാതലത്തിലോ കൂടെയുള്ള പ്രസ്താവനകൾക്കപ്പുറം എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ? മുസ്ലിം രാജ്യങ്ങൾക്ക് തീർച്ചയായും അവരുടെ ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് പരിമിതികളുണ്ട് എന്നൊക്കെ പറയുന്നു. തീർച്ചയായിട്ടും ശരിയായിരിക്കാം. പക്ഷേ മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താണ്? മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതാവസാന കാലഘട്ടത്തിലെ വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമുണ്ട്. പ്രസിദ്ധമായ ഹദീസ് പലപ്പോഴും നമ്മൾ കേട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യൂഷിക്കു അൻ തദാ അലൈക്കുമുൽ ഉമം കമാ തദാ അൽ അക്ലതു ഇലാ ഖസ്അതിഹാ. എല്ലാ കൂട്ടരും, എല്ലാ ഉമമുകളും, എല്ലാ സമൂഹങ്ങളും ഒറ്റക്കെട്ടായി നിങ്ങൾക്കുമേൽ ആക്രോശിച്ച് ചാടിയടുക്കും. കമാ തദാ അൽ അക്ലതു ഇലാ ഖസ്അതിഹാ. ഒരൊറ്റ ഭക്ഷണത്തളികയിൽ മുഴുവൻ ഭക്ഷണവും വിളമ്പി വെക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനായി ആളുകൾ അവരുടെ കൈയും അവരുടെ ശരീരവും ഒക്കെ ഇങ്ങനെ നീട്ടി വന്ന് ആക്രാന്തത്തിലും ആർത്തിയിലും ആ ഭക്ഷണവും അതുപോലെ തന്നെ മാംസവും വലിച്ചു പറിക്കുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഓരോ ശരീരഭാഗങ്ങളും ശത്രുക്കളെല്ലാവരും ഒന്നിച്ചു നിന്ന് പിടിച്ചു വലിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം കാണുന്ന ലോക സാഹചര്യം, ദേശീയ സാഹചര്യം, എന്തിന് നമ്മളുടെ ചുറ്റുപാടും വിഷം വമിക്കുന്ന രീതിയിൽ നമ്മൾ കേട്ടാൽ അറക്കുന്ന പ്രചരണങ്ങൾ, എന്തിന് ഈ കൊച്ചു കേരളത്തിൽ പോലും നമ്മൾ കേൾക്കുന്ന പ്രചരണങ്ങൾ. ഈ കഴിഞ്ഞ കൊല്ലം എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ആ പ്രചരണങ്ങൾ, വഖഫ് മുതൽ ലാൻഡ് ജിഹാദ് മുതൽ ഹലാൽ ജിഹാദ് മുതൽ തുപ്പൽ ജിഹാദ് മുതൽ, ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എവിടെ നിന്നോ വരുന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലതസ്മഉന്ന, നിങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പൊ എന്റെയും നിങ്ങളുടെയും ഒരു ഹാപ്പി ന്യൂ ഇയർ മാത്രമല്ല പ്രശ്നം, ഞാനും നിങ്ങളും തുടങ്ങാൻ പോകുന്ന ഒരു പുതിയ ജീവിതത്തിന്റെ കാര്യം മാത്രമല്ല പ്രശ്നം. തീർച്ചയായും അത് പ്രശ്നമാണ്, അത് മാത്രമല്ല പ്രശ്നം. ഉമ്മത്ത് മുസ്ലിമയിൽ
നമ്മളുടെ ഭാഗധേയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ എങ്ങനെ കാണുന്നു? നമ്മളുടെ മുൻഗണനകൾ എന്താണ്? നമ്മളുടെ സംഘടനകളുടെ, നമ്മളുടെ മഹല്ലുകളുടെ, നമ്മളുടെ കൂട്ടായ്മകളുടെ, നമ്മളുടെ പ്രാദേശിക കമ്മിറ്റികളുടെ. തീർച്ചയായും ഇസ്ലാമിനെ മുൻനിർത്തി അങ്ങനെ ആലോചിക്കാൻ മുസ്ലിമിന് ബാധ്യതയുണ്ട്. യാ അഖീ ഫിൽ ഹിന്ദി ഔ ഫിൽ മഗ്രിബി, അല്ലയോ ഇന്ത്യയിലുള്ള എൻ്റെ സഹോദര, അങ്ങ് മഗ്രിബിലുള്ള, മഗ്രിബ് എന്നുള്ളത് യഥാർത്ഥത്തിൽ പടിഞ്ഞാറ് എന്നർത്ഥം, പക്ഷേ അങ്ങ് പടിഞ്ഞാറ് അതിർത്തിയിലുള്ള മൊറോക്കോ എന്നൊരർത്ഥമുണ്ട് അതിന്. അങ്ങ് ഇന്ത്യയിലും അങ്ങ് മൊറോക്കോയിലുമുള്ള എൻ്റെ സഹോദര, അന മിൻക, ഞാൻ നിന്നിൽ നിന്നാണ്. അൻത മിന്നി, നീ എന്നിൽ നിന്നാണ്. അൻത ബി, നീ എന്നെ കൊണ്ടാണ്. ലാ തസഅൽ അൻ ഉൻസുരി വനസബി, എൻ്റെ വംശത്തെക്കുറിച്ചും എൻ്റെ തറവാടിനെ കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്. അതൊന്നും ചോദിക്കുന്നതിലല്ല അർത്ഥമുള്ളത്. ഇന്നഹുൽ ഇസ്ലാമു ഉമ്മി വ അബി, ഇസ്ലാമാണ് എൻ്റെ ഉമ്മയും ബാപ്പയും. ഈ ലോകത്തിൻ്റെ ഉമ്മയും ബാപ്പയും ഇസ്ലാമാണ്. അതല്ല, നമ്മൾ മുസ്ലിങ്ങളുടെ മാത്രമല്ല. പക്ഷേ അങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ ബാധ്യസ്ഥമാക്കപ്പെട്ട മുസ്ലിം ഉമ്മത്തിൻ്റെ, ലോക പണ്ഡിതവേദിയുടെ, അതല്ലെങ്കിൽ അറബ് ലീഗിൻ്റെ, അതല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെ OIC-കളുടെ, ഇവരുടെയൊക്കെ മുൻഗണനയിൽ കൂടെ നടക്കുന്ന ഫലസ്തീൻ വിഷയത്തിലുള്ള ടേബിൾ ടോക്കുകളോ റൗണ്ട് ടേബിൾ കോൺഫറൻസുകളോ അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിശയകരമാണ്, അതോടൊപ്പം സങ്കടകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ഒരു കാര്യം, അതായത് നിങ്ങൾ എന്താണ്, ഉമ്മത്ത് മുസ്ലിമയുടെ കനവും ഗാംഭീര്യവും എന്താണ്? എവിടെ നമ്മളുടെ ഒരു വ്യക്തി ജീവിതം ജീവിച്ചു പോകുന്നതിനെ കുറിച്ചാണോ പ്രിയപ്പെട്ടവരെ നമ്മളൊരു മുസ്ലിം ജീവിതം എന്ന് നമ്മളെക്കുറിച്ച് നമ്മൾ കാണുന്നത്? അതാണോ നമ്മളുടെ യഥാർത്ഥ കനവും ഗാംഭീര്യവും? അതാണോ? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓൾഡ് ബോയ്സ് അസോസിയേഷൻ മീറ്റിങ്ങിൽ, അതായത് പൂർവ്വ വിദ്യാർത്ഥി മീറ്റിങ്ങിൽ, അല്ലാമ മുഹമ്മദ് ഇക്ബാലിന് ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഗസ്റ്റായിട്ട് വിളിക്കുന്നു. അദ്ദേഹമാണ് അന്ന് മുഖ്യാതിഥി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കളായിരുന്ന മൗലാന ഷൗക്കത്ത് അലി മുഹമ്മദ് അലിയും, അതിൽ മൗലാന മുഹമ്മദ് അലിയാണ് അദ്ദേഹത്തെ ആ സന്ദർഭത്തിൽ ഗസ്റ്റായിട്ട് വിളിക്കുന്നത്. ഗസ്റ്റായിട്ട് വിളിക്കുന്ന സമയത്ത് അദ്ദേഹം വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ സമ്മതിച്ചു എന്നുള്ളതല്ലാതെ എത്താൻ പറ്റിയില്ല. അതിന് പകരം അദ്ദേഹം തൻ്റെ ഒരു കവിതയാണ് പ്രസംഗത്തിന് പകരം അവിടേക്ക് എഴുത്തുരൂപത്തിൽ പോസ്റ്റ് കാർഡിൽ എഴുതി അയക്കുന്നു. ആ കത്തിൽ അദ്ദേഹം ആ കവിതയിൽ ചോദിക്കുന്നുണ്ട്, ആ കവിതയുടെ പേര് തന്നെ ഖിതാബെ നോജവാനാനെ മുസ്ലിം എന്നാണ്. എൻ്റെ മുസ്ലിം ചെറുപ്പത്തോടുള്ള എൻ്റെ വർത്തമാനം എന്നാണ് ആ കവിതയുടെ പേര്. ആ കവിത തുടങ്ങുന്നത് എങ്ങനെയാണ്? കബി എ നോജവാനെ മുസ്ലിം തദബ്ബുർ ബി കിയാ തൂനെ വോ ക്യാ ഗർദൂദ തൂ ജിസ്കാ ഹെ എക് ടൂട്ടാ ഹുവാ താര. കബി എ നോജവാനെ മുസ്ലിം, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പമേ, തദബ്ബുർ ബി കിയാ തൂനെ, എപ്പോഴെങ്കിലും നിങ്ങൾ കുത്തിയിരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഓ ക്യാ ഗർദൂദ തൂ ജിസ്കാ ഹെ എക് ടൂട്ടാ ഹുവാ താര, നീ ഇപ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന താരമാണ്, നിലത്ത് വീണ് കിടക്കുന്ന നക്ഷത്രമാണ്. മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറയാം. മുസ്ലിം സമൂഹത്തിൽ എല്ലാവരും നിലത്ത് വീണ് കിടക്കുന്ന നക്ഷത്രങ്ങളാണ്. എല്ലാവരും നക്ഷത്രങ്ങളാണ്, ശരിയാണ്. പക്ഷെ ഈ നക്ഷത്രം ഉണ്ടായിരുന്ന ആകാശത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? ഏത് ഗാലക്സിയിലാണ്, ഏത് ക്ഷീരപഥത്തിലാണ്, ഏത് വിഹായസിലാണ് നിന്റെ സ്ഥാനമുണ്ടായിരുന്നത് ആലോചിക്കും. നീ ഇപ്പോൾ ഇവിടെ നിലത്തിങ്ങനെ ഇരുന്ന് കിട്ടി ഇസ്ലാമും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഏത് ആകാശപഥത്തിൽ, ഏത് ചക്രവാള സീമയിൽ തിളങ്ങി നിന്നിരുന്ന നക്ഷത്രമാണ് നീ എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഒരുപാട് കുറ്റാരോപണങ്ങൾ മുസ്ലിം ഉമ്മത്തിന് നേരെ വെച്ചുകൊണ്ട് അത് പറഞ്ഞു കിട്ടാണ് ഇക്ബാൽ അത് അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിങ്ങളെ കൊണ്ട് അത് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണ്? അതിലെ ഒരു വരി ഇങ്ങനെയാണ്, തൂ ഗുഫ്താർ വോ കിർദാർ തൂ സാബിത് വോ സയ്യാറ. തൂ ഗുഫ്താർ, നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞും കേട്ടൊക്കെ ഇനി ഇരിക്കാൻ പറ്റും. പക്ഷെ വോ കിർദാർ, അവർ ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിച്ചിരിക്കുന്നവരായിരുന്നു നിങ്ങളുടെ മുൻഗാമികൾ. തൂ സാബിത്ത്, നിങ്ങൾ നിന്നിടത്ത് നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇസ്ലാമിൻ്റെ പേരിൽ.
എന്തെങ്കിലും പ്രയാസം ഇസ്ലാമിൻ്റെ പേരിലുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിഞ്ഞു പോയിക്കോട്ടെ എന്ന് കരുതി ഇപ്പോൾ തന്നെ എമർജൻസി എക്സിറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് ഇരിക്കുന്ന ആൾക്കാരങ്ങൾ. ഓ സയ്യാറ, അവരാകട്ടെ അതിനുവേണ്ടി പങ്കപ്പാടുകളോടുകൂടി നെഞ്ചിടിപ്പോടുകൂടി ഓടി നടന്ന മനുഷ്യരാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പുതിയൊരു കലണ്ടർ വർഷത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മളുടെ ഡയറിയിൽ നമ്മളുടെ വ്യക്തിഗത എഴുത്തുകൾ മാത്രമല്ല സ്ഥാനം. മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് ലോകത്തുള്ള ഓരോ മർദ്ദിതൻ്റെയും പീഡിതൻ്റെയും ചൂഷണം ചെയ്യപ്പെടുന്നവൻ്റെയും ഭാഗത്ത്, ന്യായമുള്ളവൻ്റെ ഭാഗത്ത് നിലയുറപ്പിക്കുന്നതിനെ കുറിച്ചുകൂടി നമ്മൾ ആലോചിക്കുകയും അതിനെക്കുറിച്ച് നമ്മളുടെ അതിൽ സംഘർഷപ്പെടണം. വ്യക്തിക്ക് സംഘർഷപ്പെടാൻ എന്തെങ്കിലും വിഷയത്തിൽ അർഹതയുണ്ടെങ്കിൽ ഇസ്ലാം പറയുന്നത് ബാക്കിയുള്ളവരുടെ വിഷയത്തിലാണ്. ബാക്കിയുള്ളവർ തീ നിന്ന് ജീവിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ വിഷമം ഫലസ്തീനിലെ പ്രിയപ്പെട്ടവരെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരായി ജീവിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പ്രിയപ്പെട്ട നിങ്ങളുടെ മ്യാൻമാറിലെയും ഉയ്ഗൂറിലെയും അതുപോലെ തന്നെ ഇപ്പോൾ സിറിയയിലെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ, നിങ്ങൾ അസ്വസ്ഥരായി ജീവിക്കുന്നെങ്കിൽ ആ അസ്വസ്ഥതയുടെ നിമിഷങ്ങളും നിങ്ങൾക്ക് പ്രതിഫലദായകമാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് അജറും സവാബും ലഭിക്കുന്ന നിമിഷങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നേരെ ഇവർ ആഞ്ഞു വരും. സൂറത്തുൽ അഹ്സാബിൽ ഇത് പറയുന്നുണ്ട്. ഫലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ. ഫലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ്, വിശ്വാസികൾ അഹ്സാബിനെ കണ്ടു. അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾ എന്നാണ്. ഒരിക്കലും കൂടൂല എന്നുറപ്പുള്ള ആൾക്കാരാണ് സഖ്യകക്ഷികൾ. കാരണം മക്കയിലെ ഖുറൈശികളും മദീനയിലെ മുനാഫിക്കുകളും അങ്ങ് പേർഷ്യക്കാരും ജൂതന്മാരും ക്രൈസ്തവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമേ ഉണ്ടായിട്ടില്ല. അവർ നിന്നു ഇസ്ലാം എന്ന കോമൺ ശത്രുവിൻ്റെ പേരിൽ. നിങ്ങളിന്ന് നോക്കൂ, നമുക്ക് ചുറ്റും വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ സഭ മേലധ്യക്ഷന്മാർ, കരയോഗങ്ങളുടെ അധ്യക്ഷന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, സെക്യുലർ പുരോഗമന മുഖമുണ്ടെന്ന് നാം കരുതി മതേതര കക്ഷിയുടെ ഭാഗമാണെന്ന് നമ്മൾ കരുതിയിരുന്നവർ ഇവർ നടത്തുമ്പോൾ നമ്മൾ കരുതും ഇത് ഏതോ ഒരു സംഘടനയെ കുറിച്ചൊക്കെ പറയുന്നതാണ്. അത് സംഘടനയെ കുറിച്ച് പറയുന്നതല്ല. അല്പബുദ്ധി വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഉപരിപ്ലവമായ വായനകൾ നടത്തുമ്പോൾ നമുക്ക് തോന്നും ഇത് ഏതോ സംഘടനയ്ക്കെതിരെയുള്ള വർത്താനമാണ്. അങ്ങനെയാണ്. ഇന്നലെ നടന്ന ദക്ഷിണ കേരള സമ്മേളനത്തിൽ അവരുടെ ഒരു പ്രമേയം അവർ പറയുന്നുണ്ട്. ദക്ഷിണ കേരള സമ്മേളനത്തിൻ്റെ പ്രമേയം, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ ഓരോ ഭാഗങ്ങളായി സമുദായത്തിൻ്റെ ഓരോ അടരുകൾ വെച്ച് ഓരോരുത്തരും വിലക്ക് വാങ്ങി ഓരോരുത്തർക്കും അവരെ പ്രസാദപ്പെടുത്തുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് മറുകൂട്ടരെ ഒറ്റുകൊടുക്കുന്നതിനോ മറുകൂട്ടർക്കെതിരെ ഫത്വകൾ ഇറക്കുന്നതിനോ വേണ്ടി നടത്തുന്ന ശ്രമത്തെ അപലപിച്ചുകൊണ്ടുള്ളൊരു സമ്മേളനം നടന്നിരുന്നു. 70-ാം വാർഷികം. ഞാൻ ഈ കൂട്ടത്തിൽ ഈ സന്ദർഭത്തിൽ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഉമ്മത്തിൻ്റെ മുൻഗണനകൾ നമ്മളുടെ നാട്ടിൽ നമ്മൾ ഇങ്ങനെ പരസ്പരം ഇത് ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് സ്റ്റൈലിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് സൗഹൃദം പങ്കിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. സമുദായത്തിൻ്റെ അതുപോലെ തന്നെ നീറുന്ന നമ്മളുടെ സമൂഹത്തിൻ്റെ നേർക്കുനേരെയുള്ള പ്രശ്നങ്ങളിൽ എന്താണ് മുസ്ലിം ഉമ്മത്തിന് ചെയ്യാനുള്ളത്? നമ്മളുടെ മുൻഗണനകൾ എന്താണ്? രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ, മദ്ഹബി അഭിപ്രായ വ്യത്യാസങ്ങൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അസ്തിത്വവും അതിജീവനവും ഉപജീവനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ മുൻഗണനകളുമായി ബന്ധപ്പെട്ട ആലോചനകൾക്ക് കൂടി തീർച്ചയായും പൗരപ്രമുഖരും അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ ലീഡർഷിപ്പ് റോളുകളൊക്കെ നിർവഹിക്കുന്നവരാണ് എൻ്റെ മുമ്പിലുള്ളവർ. അവർക്ക് തങ്ങളുടെ ഫീൽഡുകളിൽ അതിൻ്റെ ലീഡർഷിപ്പ് നിർവഹിക്കാൻ ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മേൽ മറ്റുള്ളവരിങ്ങനെ ചാടിയെടുക്കും എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, വമിൻ ഖില്ലത്തി യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ ഞങ്ങൾ കുറവായതുകൊണ്ടാണോ, എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിറച്ചുണ്ടാവും. നിറച്ച് മോമിനുകളും മോമിനാത്തുകളും എന്നൊക്കെ പറയുന്ന സാധാരണ മുസ്ലിങ്ങൾ കുറേ ഉണ്ടാവും. ഉമ്മത്ത് മുസ്ലിമയിൽ നിറയെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഗുസാഉൻ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, വെള്ളത്തിൽ ഒഴുകി വരുന്ന നുരയും പതയും കണക്കെ മുകളിൽ ഇങ്ങനെ കാണാം. അടിയിലുള്ള വെള്ളമല്ല നിങ്ങൾ, മുകളിലുള്ള നുരയും പതയുമാണ്, വെറും പതകൾ.
അതേ ഉള്ളൂ ഈ ഉമ്മത്തിൻ്റെ കനം. അങ്ങനെ ഒരു സമയത്ത് മറ്റുള്ളവർ നിങ്ങൾക്കുമേൽ ആക്രമിക്കും. ഉമ്മത്തിൻ്റെ ഗാംഭീര്യത്തിൽ, കനത്തിൽ അവർക്ക് നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർ നിങ്ങളുടെ മേലെ, നിങ്ങളുടെ ശരീരത്തിന് നേരെയുള്ള, നിങ്ങളുടെ ഉമ്മത്തിന് നേരെയുള്ള ഈ ആക്രമണത്തിൽ നിന്ന് നിങ്ങൾക്ക് പകച്ചു പോകാതെ പിടിച്ചു നിൽക്കാൻ പോലും പറ്റൂ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതായത് എണ്ണമല്ല പ്രശ്നം, നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ മുൻഗണന നിങ്ങൾ ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിക്ക് കൊടുക്കും. നിങ്ങൾ എത്ര പേരുണ്ട്, അങ്ങനെയാണല്ലോ. നമ്മളുടെ മുൻഗണനകൾ എന്താണ്? സംഘടനകളുടെ മുൻഗണനകൾ എന്താണ്? എത്ര പേർ നമ്മുടെ സമ്മേളനത്തിൽ വന്നു എന്നുള്ളതോ, എത്ര നേരം റോഡ് ബ്ലോക്കായി എന്നുള്ളതോ, എത്ര പേരെ നമ്മൾ നമ്മുടെ പ്രസ്താവനകൾ കൊണ്ട് വിറപ്പിച്ചു എന്നുള്ളതോ? ഇതാരോട് ആലോചിക്കേണ്ട വിഷയമാണ്. ഇത് സംഘടനകളോടുള്ള വിരോധമൊന്നുമല്ല, അതല്ലെങ്കിൽ നമ്മളുടെ സംവിധാനങ്ങളോടുള്ള എതിർപ്പൊന്നുമല്ല. ഇതിനൊക്കെ പ്രസക്തിയുണ്ട്. ഇതിൻ്റെ ബെനഫാക്ടേഴ്സും ബെനിഫിഷ്യറീസും, ഇതിൽ നിന്ന് സൗകര്യങ്ങൾ കൊടുക്കുന്നവരും അതിൻ്റെ ഗുണഭോക്താക്കളാകുന്നവരും മുസ്ലിം ഉമ്മത്തിൽ അൽഹംദുലില്ലാ സംഘടനകൾ കൊണ്ടും കൂട്ടായ്മകൾ കൊണ്ടും മഹല്ലുകൾ കൊണ്ടൊക്കെ നേട്ടമാണുള്ളത്. പക്ഷെ അതിൻ്റെ മുൻഗണനകൾ നിശ്ചയിക്കപ്പെടണം. ആഘോഷങ്ങളുടെ വരെ കഴിഞ്ഞ ആഴ്ച കർണാടകയിൽ ഉടുപ്പിയിൽ മാൽപ്പയിൽ ഒരു കല്യാണം നടന്നിരുന്നു. ഉടുപ്പിയിൽ മാൽപ്പേ തുറമുഖം നിങ്ങൾക്കറിയാമായിരിക്കും. അവിടുത്തെ പൗരപ്രമുഖനായ കോടീശ്വരനായ യാസീൻ മാൽപ്പയുടെ മകളുടെ കല്യാണമാണ്. യാസീൻ മാൽപ്പ എന്ന് ആളുടെ പേര്. അപ്പം യാസീൻ മാൽപ്പയുടെ മകളുടെ കല്യാണം, അദ്ദേഹത്തിൻ്റെ ഇളയ മകളുടെ പേര് സുഹ ഷൈമ. അപ്പോൾ മകളുടെ കല്യാണത്തിന്, മൂത്ത മകളുടെ കല്യാണം വളരെ എക്സ്ട്രാവഗൻസോടുകൂടി, വളരെ കെങ്കേമമായി, ആർഭാടത്തോടുകൂടി അദ്ദേഹം നടത്തിയിരുന്നു. കാരണം അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനാണ്. അപ്പോൾ രണ്ടാമത്തെ മകളുടെ കല്യാണം അദ്ദേഹം ഒരു പള്ളിയിൽ വെച്ച് നടന്നു. ഇപ്രാവശ്യം കഴിഞ്ഞ മാസം പള്ളിയിൽ വെച്ച് കല്യാണം നടത്തി. കല്യാണ ഹുത്തുബയൊക്കെ നടത്തുന്നത് ബാപ്പ തന്നെയാണ്. കാരണം ഇസ്ലാമിൽ കല്യാണ ഹുത്തുബ ആർക്കും നടത്താം, അതിങ്ങനെ ഉസ്താദ് വന്ന് ചെയ്യണമെന്നൊന്നുമില്ല. കല്യാണ ഹുത്തുബ ബാപ്പയായ യാസീൻ മാൽപ്പയാണ് നടത്തുന്നത്. യാസീൻ മാൽപ്പ ആ ഹുത്തുബയിൽ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ അത്ഭുതം ഉണ്ടാവും. കാരണം മൂത്ത മോളുടെ കല്യാണം വളരെ കെങ്കേമമായിട്ട് ഉഷാറായിട്ട് നടത്തിയിട്ട് ഇളയ മോള് സുഹയുടെ കല്യാണം എന്താണ് ഇങ്ങനെ നടത്തുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ അതിശയം ഉണ്ടാവും. അതിൻ്റെ കാരണം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാലം മാറിയത് നമ്മൾ അറിയണം. ഞാൻ ഒരു കെങ്കേമമായ ഒരു കല്യാണം കൂടി നടത്തി ഇനി തെളിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ ചെലവാക്കാൻ ഉദ്ദേശിക്കുമായിരുന്നുവെങ്കിൽ ചെലവാക്കേണ്ടിയിരുന്നൊരു തുകയുണ്ട്. ആ പണത്തെ ഞാൻ തിരിച്ചുവിടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനെ ചാനലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മകളുടെ കല്യാണം കെങ്കേമമായി നടത്തുമായിരുന്നുവെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെക്കുമായിരുന്ന തുകയെ ഞാൻ 10 മുറിക്കുന്നു. അതിൽ ഒരു ഭാഗം എൻ്റെ ചുറ്റുവട്ടത്തെ വളരെ അത്യാവശ്യക്കാരായ മനുഷ്യർക്ക് പോകും, 10-1. മറ്റൊരു 10-1 ആശുപത്രിയിൽ എമർജൻസി ഫണ്ട് കാത്തു നിൽക്കുന്ന വളരെ ചുരുക്കം ചില മനുഷ്യർക്ക് കൂടി പോകും. ഒരു നിശ്ചിത ശതമാനം ആളുകൾക്ക് അവരുടെ വീടിൻ്റെ റിപ്പയറിങ്ങിന് വേണ്ടി ഞാൻ കൊടുക്കും. പിന്നെ അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാം, അവസാനത്തെ ഒരു 6 വിഭാഗത്തെക്കുറിച്ച് പറയാം. അവസാനത്തെ ഒരു 6%, അതല്ലെങ്കിൽ 6% അല്ല, 60%, 60% ഞാൻ മാറ്റിവെക്കുന്നത് നമ്മുടെ നാട്ടിൽ അവരവിടെ വന്നിട്ടുണ്ട്. അതായത് അന്നത്തെ ആ സദസ്സിൽ ഈ 6 കൂട്ടരുണ്ട്. സ്വതന്ത്ര മീഡിയ പ്രവർത്തനം നടത്തുന്ന മനുഷ്യർ. അതായത് ഭരണകൂടത്തിൻ്റെ, ഇപ്പം അറിയാലോ നമ്മുടെ നാട്ടിൽ ഏത് ചാനലാണ് ഭരണകൂടത്തിൻ്റെ മടിത്തട്ടിലും അരമനയിലും കയറി ഇരിക്കാത്തതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. സ്വന്തമായി ഇൻഡിവിജ്വൽ ഡിജിറ്റൽ ന്യൂസ് സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ, സത്യസന്ധമായ ജേർണലിസം നടത്തിക്കൊണ്ടിരിക്കുന്നവർ. അവർക്ക് ഫണ്ടില്ല. എനിക്ക് സാധിക്കുന്നതല്ല, എനിക്ക് ചെയ്യാൻ പറ്റൂ, ഞാൻ അവർക്കത് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്നിട്ട് 6 കൂട്ടർക്കും ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണമാണ്. അതായത് നമ്മളുടെ മുൻഗണനകൾ എന്താണ്, നമ്മൾ ഏതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ആഘോഷങ്ങൾ ന്യായമായ രീതിയിൽ നടക്കേണ്ടതിനെക്കുറിച്ചല്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരു വിവാഹം കെങ്കേമമായി നടത്തിയ വാപ്പയാണ് രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ നമ്മളുടെ പ്രയോറിറ്റി, നമ്മളുടെ ആഘോഷങ്ങൾ, നമ്മളുടെ വാർഷികങ്ങൾ, നമ്മളുടെ സമ്മേളനങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന പണം
ആ പണത്തിൻ്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, പണം അതിൻ്റെ രീതിയിൽ നമ്മൾ ഇടുന്നതിനനുസരിച്ച് ഉമ്മത്തിനും അതല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് സമൂഹത്തിന് ലഭിക്കേണ്ടുന്ന യഥാർത്ഥ ഗുണത്തിൽ തന്നെയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് ഓരോ മഹല്ലുകൾക്കും കൂട്ടായ്മകൾക്കും സംഘടിത രൂപങ്ങൾക്കും സംഘടനകൾക്കും ഒക്കെ ആലോചിക്കാൻ ബാധ്യതയുണ്ട് എന്നാണ് ഈ പുതുവത്സര സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, തീർച്ചയായും ഹാപ്പി ന്യൂ ഇയർ അതല്ലെങ്കിൽ സന്തോഷഭരിതമാകട്ടെ എന്നുള്ളത് വളരെ വലിയൊരു സന്ദേശമാണ്, ശരിയാണ്. പക്ഷേ മരണപ്പെട്ട മനുഷ്യനോട് നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂ ലൈഫ് പറയാൻ പറ്റും. ജീവിതത്തിൻ്റെ അവസാനത്തിൽ അല്ലേ, നിങ്ങൾ ഒരു ദിവസം കൂടുതലായി, ഒരു വർഷം കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ സന്തോഷഭരിതരാകുന്നു എന്നുള്ളതോടൊപ്പം ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നിങ്ങൾ കടക്കുന്നു, പുതിയൊരു നിങ്ങളുടെ ദുനിയാവിലേക്ക് തന്നെ കിടക്കുന്നു. മരണം ഭയം പോലും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ദുനിയാവ് മനോഹരമാക്കാനുള്ളതാണ്, ഇഹലോക ജീവിതം മനോഹരമാക്കാനുള്ളതാണ്. എനിക്ക് വളരെ കുറഞ്ഞ സമയമേ ദുനിയാവിലുള്ളൂ എന്ന് മനസ്സിലാക്കി സ്വന്തം മണിക്കൂറുകളെയും ആഴ്ചകളെയും ദിവസങ്ങളെയും ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും നല്ലതിനായി മുൻഗണന കൊടുക്കാൻ ഒരാൾക്ക് പ്രേരിപ്പിക്കുന്നതാണ്. അല്ലാതെ മരണഭയം എന്നുള്ളത് ഒരാളെ ആഖിറത്തിലേക്ക് മാത്രം കൊണ്ടുപോകുന്നതല്ല, ദുനിയാവിന് വേണ്ടി കൂടി പണിയെടുപ്പിക്കുന്നതാണ്. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇഅ്മൽ ലിദുനിയാക കഅന്നക തഈഷു അബദ. ദുനിയാവിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ നാളെ മരിച്ചുപോയല്ലോ എന്ന് കരുതിയിട്ടല്ല ദുനിയാവിന് പ്ലാൻ ഉണ്ടാക്കേണ്ടത്. ദുനിയാവിന് വേണ്ടി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ വളരെ വിഷണറി ആയിട്ട് ഒരു 50 കൊല്ലം മുന്നിൽ കണ്ടുകിട്ടൊക്കെ ദുനിയാവിന് വേണ്ടിയിട്ട് എപ്പോഴും ദുനിയാവിൽ ഞാൻ ജീവിക്കുമെന്നുള്ള മട്ടിലാണ് ദുനിയാവിൻ്റെ പ്ലാൻ ഉണ്ടാക്കേണ്ടത്. പക്ഷെ വഅമൽ ലി ആഖിറതിക, നിന്റെ ആഖിറത്തു നിനക്കുണ്ട്, അതുകൊണ്ട് നീ നിന്റെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കേണ്ടത് കഅന്നക തമൂതു ഗദാ, നാളെ ഞാൻ മരിക്കും എന്ന് കരുതിയിട്ട് ഈ ആഖിറത്തും ദുനിയാവും കൂടി സമം ചേർത്ത് നല്ല മിശ്രിതമാക്കി ഉപയോഗിക്കാൻ നിങ്ങൾ മെയ്വഴക്കം നേടിയെടുക്കേണ്ടത് എന്നാണ് സയ്യിദുനാ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ വളരെ മികവുള്ളൊരു ജീവിതം, പുതിയൊരു കൊല്ലം ഗ്രിഗോറിയൻ കലണ്ടറിലാണ്, ഹിജ്രി കലണ്ടർ അനുസരിച്ച് റജബിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഷഅബാനും കഴിഞ്ഞ് ഇനി റമളാനിലേക്ക് നമുക്ക് മുന്നൊരുക്കത്തിന് വേറെ വേദികളുണ്ട്. അപ്പോൾ നമ്മളെ എത്രമാത്രം ഉള്ളകം നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നു, നമ്മൾ വിമലീകരിച്ചെടുക്കുന്നു, ശുദ്ധീകരിച്ചെടുക്കുന്നു എന്നുള്ള ആലോചനകളും തീർച്ചയായും ന്യൂ ഇയറിനെ പോലെ തന്നെ റമളാനും മുന്നിൽ വെച്ചുകൊണ്ടുള്ള ആലോചന, അതിൻ്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട ആലോചന വളരെ പ്രസക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സുന്ദരമായി ഈ ഓരോ ദിവസത്തെയും ഈ പുതിയ വർഷത്തെയും ഉപയോഗിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബാദല്ലാഹ് വഇമാ അല്ലാഹ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരന്മാരെ, ഒരിക്കൽ കൂടി തഖ്വയോടുകൂടിയുള്ള ജീവിതം മുറുകെ പിടിച്ച് രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ 2 മേഖലകളെയും ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയും. നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ജുമയ്ക്കും മറ്റും എത്താറുള്ളൊരു സഹോദരൻ ഒരു കാര്യമായൊരു അസുഖത്തിലാണ്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കീഴ്പ്പെട്ട ഹസൻ സാഹിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രത്യേക കാര്യം ഉണർത്താനുണ്ട്. നമ്മുടെ മസ്ജിദ് കൗൺസിലിൻ്റെ ഒരു കളക്ഷൻ നടക്കുന്നൊരു ദിവസമാണെന്ന്. എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മളത് നടത്താറുണ്ട്. ഇന്ന് നമ്മളത് നടത്തുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബീഹാറിലെ അറാറിയ എന്ന് പറയുന്നൊരു പ്രദേശത്ത് നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ ഉസ്താദ് കൂടിയാണ്. അവിടെ വളരെ
പിന്നാക്കാവസ്ഥയിലുള്ളൊരു പ്രദേശമാണ്. എല്ലാ കൊല്ലവും പ്രളയം വന്ന് നക്കി തുടച്ചു പോകുന്നൊരു പ്രദേശമാണ്. അവിടെ ഏകദേശം ഒരു 100-200 കുട്ടികൾ പഠിക്കുന്ന അവിടുത്തെ വളരെ അത്യാവശ്യമായ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം, കഴിഞ്ഞ വെള്ളിയാഴ്ച മലപ്പുറത്തെ നമ്മുടെ പള്ളിയിൽ അവരുണ്ടായിരുന്നു, നമ്മളാൽ സാധിക്കുന്നൊരു സഹായം ഇന്നത്തെ കളക്ഷനിൽ നിങ്ങൾ കൊടുക്കണം. നമ്മുടെ സേവനത്തിൻ്റെയും സദഖകളുടെയും ഒക്കെ ഒരു പങ്ക് അവിടെ കൂടി എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദഖകൾക്കും നമ്മുടെ ദാനധർമ്മങ്ങൾക്കും സ്വീകാര്യത നൽകുകയും അവയെല്ലാം ഇഹത്തിലും പരത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന കർമ്മങ്ങളാക്കി അള്ളാഹു മാറ്റുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മെ കൂടുതലായി അവൻ്റെ സമീപസ്ഥരാക്കി മാറ്റാനുള്ള അവസ്ഥകൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ശിഥിലരായി കിടക്കുന്ന ഒരു നേതൃത്വത്തിന് വജഅൽനി മില്ലദുൻക വലിയൻ വജഅൽനി മില്ലദുൻക സുൽത്താനൻ നസീറ എന്ന് പറഞ്ഞ പോലെ, പടച്ചോനെ എങ്ങനെയാണ് സഹായം, എന്താണ് ഇനി വഴി എന്നറിയാതെ പകച്ചുപോയി നിൽക്കുന്ന നമ്മുടെ കോടിക്കണക്കിന് വരുന്ന സഹോദരങ്ങൾ, അല്ലാഹുവേ അവർക്കെല്ലാം നീ ആസന്നമായ തുറവിയും ശാന്തിയും വിജയവും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇസ്രായേലിൻ്റെ ഷെല്ലുകളേറ്റ് മിസൈലുകളേറ്റ് അവരുടെ അധിനിവേശത്തിൻ്റെ എല്ലാ കെടുതികളുമേറ്റ് കാലങ്ങളായി പതിറ്റാണ്ടുകളായി തുടരുന്ന സഹനപർവ്വത്തിൽ നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഫലസ്തീനിലെ പ്രിയപ്പെട്ട ഉമ്മമാർ, പെങ്ങന്മാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് വിജയം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ ലോക മുസ്ലിങ്ങളുടെ നേതൃത്വത്തിന് കൂടുതൽ ദീർഘവീക്ഷണവും അവർക്ക് ദിശാബോധവും നൽകി അള്ളാഹു അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ കഴിവുകൾ അള്ളാഹുവെ നീ ഉത്തരോത്തരം വർദ്ധിപ്പിച്ചു തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل النفاق والمنافقين وأذل الفسق والظلم والفاسقين والظالمين. اللهم يا ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم انصر إخواننا المجاهدين بأرض فلسطين. اللهم انصرهم بنصرك العزيز على القوم الكافرين على صهاينة الكذبة المكرة يا رب العالمين. اللهم أخل نفوذهم يا رب العالمين. اللهم زلزل أقدامهم. اللهم هدم حصونهم يا رب العالمين. اللهم دمر أعداءك وأعداء الدين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم انصر إخواننا في أنحاء العالم وانصرهم بنصرك العزيز يا قوي يا جبار يا عزيز يا الله. اللهم يا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. قوموا للصلاة.